ദൈവത്തെ മറന്ന സമയത്ത് ദൈവം ഉദ്ദേശിച്ച തലത്തിൽ ഏതനിൽ ഇടപെടാൻ ദൈവത്തിന് പറ്റാതെ വന്നു. ദൈവമില്ലാത്ത വന്നപ്പോഴേക്കും മനുഷ്യൻ ദൈവത്തിൽ നോടിയാകുന്നു. ദൈവത്തെ മനുഷ്യൻ മറന്നപ്പോൾ ദൈവം ഉദ്ദേശിച്ച ഫലം മനുഷ്യന് കൊടുക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് പ്രവാചകന്മാർ വന്നു, ദീർഘദർശിമാർ വന്നു, അനേക പ്രാസംഗികർ വന്നു. അവരൊക്കെ പ്രസംഗിച്ചു, ഫലം കൊടുക്ക്, ഫലം കൊടുക്ക്. മനുഷ്യനെ കൊണ്ട് പറ്റിയില്ല. അവസാന സ്നാപക യോഹന്നാൻ വന്നു. എന്തായിരുന്നു സ്നാപക യോഹന്നാൻ്റെ പ്രസംഗ വിഷയം? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരത്തിന് തക്ക ഫലം പുറപ്പെടുവിക്കുക, മാനസാന്തരപ്പെടുക. ഫലം പുറപ്പെടുവിക്കാത്ത ജനതയെ കണ്ട് യോഹന്നാൻ ശക്തമായിട്ട് പ്രസംഗിച്ചു. ഒരു പ്രസംഗത്തിൽ പറയാൻ അത്ര നല്ല ഭാഗമല്ല, എങ്കിലും യോഹന്നാൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മൾ തന്നെ അന്തം വിട്ടുപോകും. അയാൾ പറഞ്ഞ് അവസാനം അപ്പനും അമ്മയ്ക്കൊക്കെ വിളിക്കുന്നുണ്ട്, അല്ലേ? നിങ്ങളുടെ അപ്പൻ അബ്രഹാണെന്ന് പറഞ്ഞിരുന്നിട്ടൊന്നും കാര്യമില്ല, ഫലം പുറപ്പെടുവിച്ചില്ല കല്ലുകളിൽ നിന്നും, അല്ലേ? പ്രസംഗത്തിൽ അങ്ങോട്ട് യോഹന്നാൻ ആകെ സൗര്യം പൂണ്ടു. അവസാനം വിളിച്ചത് സർപ്പസന്തതികളെന്നൊക്കെയാണ് വിളിക്കുന്നത്. ശരി, എന്തായിരുന്നു യേശുവിൻ്റെ പ്രസംഗ വിഷയം? അത് സുവിശേഷം 4:17. അപ്പോൾ മുതൽ എപ്പോൾ മുതൽ? അവിടെ എൻ്റെ പ്രത്യേകത പറഞ്ഞു വായിച്ചു. യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവീൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. യോഹന്നാൻ പ്രസംഗിച്ച പ്രസംഗ വിഷയം തന്നെയാണ് യേശുവും പ്രസംഗിച്ചത്. പക്ഷെ അതിന് മുമ്പ് ഒരു വാക്ക് ചേർത്തു, അപ്പോൾ മുതൽ. എപ്പോൾ മുതൽ? ഇതാ മനുഷ്യൻ പിശാചിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോയ മുഴുവൻ പരാജയങ്ങളെയും യേശു അതിജീവിക്കാൻ പഠിപ്പിച്ചിട്ടാണ് ഈ പ്രസംഗം നടത്തിയത്. അതാണ് യേശുവിൻ്റെ പ്രസംഗവും അതിനു മുമ്പുള്ള പ്രസംഗവും തമ്മിലുള്ള വ്യത്യാസം. യേശുവിൻ്റെ പ്രസംഗവും ദീർഘദർശിമാരുടെയും പ്രവാചകന്മാരുടെയും പ്രസംഗത്തിൻ്റെ വ്യത്യാസം. എങ്ങനെയാണ് പിശാചിനെ ജയിക്കുന്നതെന്ന് യേശു പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഈ പ്രസംഗം തുടങ്ങുന്നതിന് ആദ്യം ഞാൻ പറഞ്ഞത്, ജയിക്കുന്നവന് ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ കൊടുക്കും. എങ്ങനെയാണ് ജയിക്കുക? ഇതാ ഹവ്വയുടെ മുമ്പിൽ പിശാച് വന്നിട്ട് 3 പരീക്ഷണങ്ങളാണ് ഇട്ടത്. ഇത് നിന്റെ ജഡത്തിന് നല്ലതാണ്, നിന്റെ കണ്ണിൻ്റെ മോഹങ്ങൾക്ക് നല്ലതാണ്, ഇത് അറിവേകാൻ കാമ്യമാണ്. ആസക്തികളാൽ കലുഷിതയായ ഹവ്വ ജഡത്തിൻ്റെ ആസക്തികളാൽ ബന്ധിക്കപ്പെട്ട് ലോകമോഹങ്ങളിൽ വീണ് അറിവേകാൻ കാമ്യമാണെന്ന് ചിന്തിച്ച് ഇത് തിന്നു. അവൾ ഇടറി വീണു, ഭർത്താവ് ഇടറി വീണു, കുടുംബം തകർന്നു, തലമുറകൾ തകർന്നു, ഏതൻ നഷ്ടപ്പെട്ടു, ദൈവകൃപ ഊരിപ്പോയി, കൃപാവസ്ത്രം നഷ്ടപ്പെട്ടു. പിന്നീടോ ക്രിസ്തു പ്രസംഗം തുടങ്ങി. അവനെ പിശാച് കൊണ്ടുപോയി. അവൻ്റെ സ്നാനം കഴിഞ്ഞപ്പോൾ പിശാച് അവൻ്റെ അടുക്കൽ വന്നിട്ട് ചില ചോദ്യം ചോദിക്കുകയാണ്. നീ ദൈവപുത്രനാണല്ലേ? എനിക്ക് മനസ്സിലായി അത്. നീ ദൈവപുത്രനാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക. എന്തിനാണ് ഇങ്ങനെ ത്യാഗം സഹിച്ചും പീഡനം സഹിച്ചും ദൈവപുത്രൻ എന്നത് നീ തെളിയിക്കാൻ നിൽക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യുക, നീ കല്ലുകളോട് അപ്പമായി തീരാൻ, ബാക്കി പ്രസംഗിച്ച് പറയുക. നീ പറഞ്ഞാൽ കല്ലുകൾ, പിശാചിനറിയാം യേശു പറഞ്ഞ കല്ലെന്താകും? നീ പറഞ്ഞാൽ കല്ലപ്പമാകും. എങ്ങനെയാണ് യേശു ഈ പരീക്ഷണത്തെ അതിജീവിച്ചത്? 40 ദിവസം പിശാചിന്റെ പരീക്ഷണത്തിലായിരുന്നു. അവൻ്റെ ശരീരം വിശന്ന് തളർന്നു, ജഡം ആസക്തികളാൽ ബന്ധിക്കപ്പെട്ടു. യേശുവിൻ്റെ ശരീരം തളർന്നിരിക്കുകയാണ്. ഇപ്പോൾ മുമ്പിൽ ഒരു ചാൻസ്, കല്ലപ്പമാകാൻ പറഞ്ഞാൽ അപ്പമാകും, എടുത്ത് കഴിക്കാം. എന്താണ് യേശു മറുപടി പറഞ്ഞത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിലൂടെ വരുന്ന വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. ഇത്രയാണ് എനിക്ക് നിങ്ങൾക്ക് അറിയാവുള്ളൂ. ഇതാണ് യാക്കോബായക്കാരൻ്റെ പ്രത്യേകത. എന്നാൽ ബൈബിളിൽ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ബൈബിളിൽ കുറച്ച് വ്യത്യാസത്തിലാണ് എഴുതിയിരിക്കുന്നത്. യേശു ഇതിനെ അതിജീവിച്ചത് എങ്ങനെയാണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിലൂടെ വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. എവിടെ? ബൈബിളിൽ. അതെനിക്കറിയാം. ബൈബിളിൽ എവിടെ എഴുതി? ഇതാ യേശു എങ്ങനെ അത് അതിജീവിച്ചെന്നറിയോ? ആവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ എൻ്റെ പിതാവ് ആദ്യ ദീർഘദർശിയായ മോശ ദീർഘദർശിയെ പഠിപ്പിച്ചു കൊടുത്തു. മനുഷ്യൻ അപ്പം കൊണ്ടല്ല ദൈവവചനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് പിതാവ് പഠിപ്പിച്ച വചനം ആരോർത്തു? ദൈവം പറഞ്ഞ വചനം ഹവ്വ മറന്നു, അവിടെ ഇടറി. ദൈവം പറഞ്ഞ വചനം ആരോർത്തു? പുത്രൻ ഓർത്തു. പിശാചിനോട് പറഞ്ഞു, എൻ്റെ പിതാവിന് കല്ലുകളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ഞാനൊന്ന് ധ്യാനിക്കട്ടെ. എൻ്റെ പിതാവ് പറഞ്ഞ് കല്ല് കല്ലായി കിടക്കണം, അപ്പം അപ്പമായി കിടക്കണം. ഒന്നോടെ സഹോദരങ്ങളെ മനസ്സിലാക്കണം, എല്ലാ കല്ലും എന്താകാനുള്ളതല്ല. ഒന്ന് ഉറക്കെ പറഞ്ഞേ, എല്ലാ കല്ലും നിനക്ക് അപ്പമാകാൻ പാടില്ല. ഇന്ന് എനിക്കും നിങ്ങൾക്കും പറ്റിയ വലിയ തകർച്ച ഇതാണ്. പല കല്ലുകളും എൻ്റെയും നിങ്ങളുടെയും വീട്ടിൽ അപ്പമായി മാറി.
നിന്റെ ജീവിത പങ്കാളി നിന്റെ കിടപ്പറയിൽ നിനക്ക് കുടുംബജീവിതത്തിന്റെ അപ്പമാണ്. അയൽപക്കത്തെ സ്ത്രീ നിനക്ക് കല്ലാണ്. നിന്റെ വേർപ്പിൽ നിന്ന് നീ ഉണ്ടാക്കിയ സമ്പാദ്യം നിനക്ക് അപ്പമാണ്. അയൽവക്കക്കാരന്റെ സമ്പത്ത് ചതിച്ചെടുത്താൽ അത് കല്ലാണ്. ഇന്ന് നമുക്ക് കല്ലും അപ്പവും തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മുടെ ജീവിതങ്ങളിൽ പല കല്ലുകളും നാം അപ്പമാണ് എന്ന് കരുതി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്ലൊത്തിരി തിന്നാൽ എന്താ പറ്റുക? ഈ സിസ്റ്റം കംപ്ലൈൻ്റ് ആവും അല്ലേ? ആ അപ്പമല്ലാതെ കല്ല് തിന്നാൽ ഇത് കംപ്ലൈൻ്റ് ആകും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങളിൽ പലരും രോഗികളാകാനുള്ള കാരണം. ഞാനൊരു രോഗം ബാധിച്ചതിനെ കുറിച്ചല്ല പറഞ്ഞത്, ചില സൗഖ്യം കിട്ടാത്തതിനെ കുറിച്ച്. ഏത് സൗഖ്യം? രോഗത്തിൽ നിന്ന് സൗഖ്യമല്ല, രോഗഭാരം ക്രിസ്തു ഏറ്റെടുക്കാത്തതിന്റെ കാരണം. ചിലർ രോഗം ഒരു കൃപയാണ്, ചിലർക്കൊരു ഭാരമാണ്. അധ്വാനിക്കുന്നവരും, അടുത്തത് ഭാരം ചുമക്കുന്നവർ. ഏതൊക്കെ ഭാരം? കടഭാരം, മനോഭാരം, ദുഃഖഭാരം, രോഗഭാരം. ഇത് ക്രിസ്തു വഹിക്കാമത്രേ. പക്ഷെ ഞാനും നിങ്ങൾ വിട്ടുകൊടുക്കത്തില്ല. ഇതാ പണ്ടൊരു അമ്മച്ചി നെല്ല് കുത്തിക്കാൻ പോവുകയാണ്. അങ്ങനത്തെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പണ്ട് നെല്ല് മില്ലിക്കൊണ്ട് കുത്തിക്കായിരുന്നു. ഒരു 30 കിലോ നെല്ല് തലയിൽ വെച്ചുകൊണ്ട് പോവുകയാണ്. അത് നടന്ന് എളിയൊക്കെ വെട്ടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു വാലുള്ള ഓട്ടോറിക്ഷ, ഗുഡ്സ് ഓട്ടോറിക്ഷ വന്ന് ആ പുള്ളിക്കാരന് തോന്നി വല്യമ്മ പാവം നെല്ലും കൊണ്ട് പോവുകയാണ്, അതിനൊന്ന് സഹായിച്ചേക്കാന്ന് വിചാരിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു, വല്യമ്മ ഓട്ടോറിക്ഷ കയറിക്കോ, നെല്ല് അതിൽ വെക്ക്, അമ്മ കയറിക്കോളാൻ പറഞ്ഞു. അമ്മച്ചി അവനോട് സന്തോഷമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഏതായാലും വലിയ സഹായമായി. അമ്മച്ചി ഓട്ടോറിക്ഷ കയറി. എന്നിട്ട് നെല്ല് തലേന്ന് ഇറക്കിയില്ല. അവൻ പറഞ്ഞു വെച്ചോളാൻ പറഞ്ഞു. നിൻ്റെ ഐഡിയ മനസ്സിൽ വെച്ചാൽ മതി. നെല്ല് താഴെ വെക്കണ പരിപാടിയില്ല, നെല്ല് തലേ തന്നെ. വല്ല കാര്യമുണ്ടോ? ഇങ്ങനെയാണ് ഞാനും നിങ്ങളും. ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. ഭാരം ഇറക്കി വെക്കാൻ എനിക്ക് നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. എന്നിട്ട് ആകുലതയും ചൊന്നുകൊണ്ട് നടക്കുകയാണ്. ഇതാ ക്രിസ്തു കൈകാര്യം ചെയ്തു. പിതാവിൻ്റെ വചനം ഓർത്തു. ഈ കല്ലുകളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അഭിപ്രായം. ചില കല്ലുകളെക്കുറിച്ചുള്ള അഭിപ്രായം തെറ്റിക്കരുത്. അപ്പനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അഭിപ്രായം എന്താണ്? അമ്മയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? പങ്കാളിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? മക്കളെക്കുറിച്ചുള്ള ദൈവാഭിപ്രായം എന്താണ്? ദൈവാഭിപ്രായം അനുസരിച്ച് അല്ല നീ അതിനൊക്കെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇതാ നീ ഇടറാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് ഊരിയാവിൻ്റെ ഭാര്യ ദാവീദിന് അപ്പമായി മാറി. അവൻ അനുഭവിച്ച പെടാപ്പാട് നമ്മൾ കാണുന്നുണ്ട്. എല്ലാ തലങ്ങളും ഇത് ധ്യാനിച്ചോളണം. 1-ാം ഭാഗം അവസാനിച്ചു നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എല്ലാ കല്ലും അപ്പമാകാനുള്ളതല്ല, ഇത് മനസ്സിൽ കിടക്കണം. 2, അപ്പോൾ പിശാചിന് മനസ്സിലായി ദൈവവചനം ഇവൻ്റെ തലയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ പിശാച് അടുത്ത കാര്യം പറഞ്ഞു, ഇതാ നീ ഇങ്ങോട്ട് വാ. അവനൊരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, നിന്റെ കണ്ണ് കൊണ്ടൊന്ന് നോക്കിക്കേ. പണ്ട് നിന്റെ പൂർവ്വപിതാവായ ഹൗവ കൺമോഹം കൊണ്ട് വശീകരിക്കപ്പെട്ട ഒരു കാര്യം സാത്താൻ്റെ തലയിലുണ്ട്. സാത്താൻ യേശുവിനോട് പറഞ്ഞു, ആ കണ്ണെന്ന് കാണിച്ച്, ആ കണ്ണുകൊണ്ട് ചുറ്റുപാടുകളെ ഒന്ന് നോക്കിക്കേ. അവൻ ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടുകളെ ഒന്ന് പരീക്ഷിക്കുകയാണ്. അത് യെരൂശലേം ദേവാലയം, അത് യഹൂദ പട്ടണം, അത് സമരിയ പട്ടണം, അങ്ങനെ ഇങ്ങനെ സുന്ദരമായ യെരൂശലേമിന് ചുറ്റും കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഉന്നതമായ ഈ മലയിൽ നീ കാണുന്ന ഈ മുഴുവൻ മനോഹാരിതകളും ഞാൻ നിനക്ക് സ്വന്തമായി തരാം. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, നീ എന്നെ ആരാധിക്കണം. നീ എന്നെ ആരാധിച്ചാൽ ഇത് മുഴുവൻ നിനക്ക് തരാം. എൻ്റെ അർത്ഥം എന്താ അറിയുന്നത്? നിന്റെ കാഴ്ചപ്പാട് ഞാൻ മാറ്റിത്തരാം. ദൈവമക്കളെ ഓർക്കണം, ക്രിസ്തു അതിനെ എങ്ങനെ കൈകാര്യം ചെയ്തു? ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ മോശ ദീർഘദർശിയോടെ എൻ്റെ പിതാവ് വചനം കൊടുത്തിട്ടുണ്ട്, ദൈവത്തെ മാത്രമേ. അതിൻ്റെ അർത്ഥം എന്തെന്നറിയോ? നിന്റെ ആരാധന മാറ്റാതെ, ഒന്നോടെ, നിന്റെ ആരാധന നിന്നിൽ എടുത്തു കളയാതെ നിന്റെ കാഴ്ചപ്പാട് മാറ്റാൻ ഒരു പിശാചിന് സാധിക്കില്ല. ഒരു ഹല്ലേലൂയ പറ. ദൈവമക്കളുടെ നമ്മുടെ ആരാധന തെറ്റിക്കാതെ കാഴ്ചപ്പാടിനെ തെറ്റിക്കാൻ ഒരു പിശാചിനും കഴിയില്ല. ഇന്ന് സുറിയാനിക്കാരന് ജീവിതത്തിൽ തെറ്റുപറ്റിയ പ്രധാനപ്പെട്ട സ്ഥലമാണ് ആരാധന. ആരാധന വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ആരാധനയ്ക്കല്ല പ്രസക്തി നമ്മൾ കൊടുക്കുന്നത്. ആരാധന ദൈവത്തിന് നമ്മളെ തന്നെ കാഴ്ചവെക്കുകയാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ പാടിത്തന്നത്, എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനെന്നാഥ. ഒന്നും ഇങ്ങോട്ട് കിട്ടാൻ പോകുന്നതല്ല, കൊടുക്കാൻ പോകുന്നതാണ്. വിശുദ്ധന്മാർ ദൈവത്തിൽ നിന്ന് ഒന്നും ചോദിച്ചു വാങ്ങിയിട്ടില്ല, എല്ലാം കൊടുത്തിട്ടേ ഉള്ളൂ. സാധാരണ നമ്മളെപ്പോലുള്ള അവിശ്വാസികളാണ് ദൈവത്തോടെ എനിക്ക് അത് വേണം ഇത് വേണം ദാനങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ പഠിച്ചു നോക്കൂ, ഏതെങ്കിലും ഒരു വിശുദ്ധൻ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ദാനം ചോദിച്ചു വാങ്ങിയിട്ടുണ്ടോ? പകരം അവർ കൊടുത്തിട്ടേ ഉള്ളൂ. കൊടുക്കുക. ശരീരം ദൈവത്തിന് കൊടുത്തു, ജീവിതം ദൈവത്തിന് കൊടുത്തു. നമ്മൾ പലപ്പോഴും ഇങ്ങോട്ട് വാങ്ങാൻ വേണ്ടി നടക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധരും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ആരാധന വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ നോക്കിക്കേ, ഇന്ന് അന്ധവിശ്വാസം എൻ്റെയും നിങ്ങളുടെയും തലക്കകത്ത് കയറി. ഞാൻ ഒരിക്കലും ഒരു പള്ളി നടത്തുകയാണ്. അപ്പം ഞങ്ങളുടെ അവിടെ വയനാട്ടിലെ പ്രത്യേകത, കല്യാണ ദിവസം മണവാളനും മണവാട്ടിയും വിശുദ്ധ കുർബാനയോട് കൂടിയിട്ടാണ് വിവാഹം നടത്തുന്നത്. അവിടെ അങ്ങനെയാണ്.
ഒരു 7:30-ക്കാണ് രാവിലെ വിശുദ്ധ കുർബാന. അത് കഴിഞ്ഞ് ചെറുക്കനും പെണ്ണൊക്കെ ഒന്ന് വിശ്രമിച്ച് ഒരു 9:30-ക്ക് കെട്ട്. അങ്ങനെയാണ്. ഞാനൊരു വീട്ടിൽ ഇങ്ങനെ മധുരം വെക്കാൻ ചെന്നു. അപ്പം ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണിൻ്റെ അപ്പനെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, അതേ രാവിലെ നിങ്ങൾക്ക് വേണ്ടി 7:30-ക്കാണ് കുർബാന, പക്ഷേ അത് 8 മണി വരെ നിങ്ങൾക്ക് വരാനൊരു സൗകര്യത്തിന്, പെൺകുട്ടിയാണ്, അപ്പോൾ ഒരുങ്ങിക്ക് വരണമല്ലോ, 8 മണിക്ക് വിശുദ്ധ കുർബാന. 8 മണിക്ക് നിങ്ങൾ വന്നില്ലെങ്കിൽ, അന്ന് ചിലരുടെ ചെറുപ്പമായതുകൊണ്ട് ചിലരുടെ സ്ട്രോങ് ആയിട്ടങ്ങ് പറയും, 8 മണിക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് എത്തിയിരിക്കണം, നിങ്ങൾക്ക് വേണ്ടിയാണ് കുർബാന, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് കട്ടിയും കടിയായിട്ടങ്ങ് പറഞ്ഞു. നിന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കനോട് വിളിച്ച് പറഞ്ഞേക്കണം. അപ്പോൾ അവൾ പറഞ്ഞു ശരി. അവളുടെ അപ്പം പറഞ്ഞു ശരി അച്ഛാ, 8 മണിക്ക് മുമ്പ് തന്നെ പള്ളിയിലെത്തിയേക്കാം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പള്ളിയിൽ വന്ന് കിടന്നു. ഞാനും ശുശ്രൂഷക്കാരനും പള്ളിയിൽ വന്ന് കിടന്നു. രാവിലെ 6 മണിയായപ്പോൾ പള്ളിമുറ്റത്തൊരു കാറ് വന്ന് നിൽക്കുന്നു. ശുശ്രൂഷക്കാരൻ വേഗം വാതിൽ തുറന്നു നോക്കി, പള്ളി മുറിയുടെ നോക്കുമ്പോൾ ഇത് ആ പെണ്ണ് ഒരുങ്ങി വന്നിരിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, അതേ അച്ഛ പെണ്ണ് വന്ന്. ഞാൻ വിചാരിച്ചു സമയം വൈകിപ്പോയി. നോക്കുമ്പോൾ 6 മണിയായിട്ടുള്ളൂ. ഇവക്ക് കെട്ടിച്ചു വിടാൻ ഇത്രയും ധൃതിയായോ? അപ്പോൾ ഞങ്ങൾ വേഗം നോക്കിയപ്പോൾ ഒരുങ്ങി വന്നിരിക്കുകയാണ്. എനിക്ക് വലിയ സന്തോഷമായി. ആദ്യമായിട്ടാണ് പാതിരാത്രി പ്രാർത്ഥന കൂടാൻ ഒരു പെണ്ണ് വരുന്നത്. അപ്പം ഞാൻ ശുശ്രൂഷക്കാരന് വേഗം ഒരുങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങൾ ചാടിക്കറി ഒരുങ്ങി പാതിരാത്രി പ്രാർത്ഥനയും പ്രഭാതം എല്ലാം കൂടി, ഈ പെങ്കൊച്ചും കൂടി, അതിൻ്റെ കൂടെ വന്ന 3-4 ആൾക്കാരും കൂടി. പാതിരാത്രി പ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന, വിശുദ്ധ കുർബാന എല്ലാം കഴിഞ്ഞ്, കുർബാന കഴിഞ്ഞ് വിശ്രമ സമയമുണ്ട്. അപ്പം ഞാൻ ആ ശുശ്രൂഷക്കാരോട് പറഞ്ഞു, ആ പെണ്ണിനെയും ചെറുക്കനെയും കൂടെ വിളിച്ചു. അവൾ അതിരാവിലെ വന്നതല്ലേ. എന്നിട്ട് ഞാൻ ആ ചെറുക്കനോട് പറഞ്ഞു, നീ കെട്ടാൻ പോകുന്ന പെണ്ണ് എത്ര അനുഗ്രഹിക്കപ്പെട്ടവളാണെന്നറിയൂ. പാതിരാത്രി പ്രാർത്ഥന കൂടിയിട്ടാണ് അവൾ വിവാഹ ശുശ്രൂഷയിലേക്ക് വന്നത്. ഞാൻ ചോദിച്ചു, നീ എവിടെയാണ് ധ്യാനം കൂടിയത്? ഞാനങ്ങനെ ധ്യാനം ഒന്നും കൂടിയില്ല അച്ഛാ. പിന്നെ നീ എന്താ 6 മണിക്ക് വന്നത്? അതേ അപ്പച്ചൻ പറഞ്ഞു 8 മണിക്ക് ചെന്നില്ലെങ്കിൽ അച്ഛൻ കൊല്ലും, 6 മണിക്ക് മുമ്പ് ഇറങ്ങിയില്ലെങ്കിൽ രാഹു പിടിക്കും. അങ്ങനെ ഒരു സാധനം ഉണ്ട് അവിടെ. രാഹു സംഭവം എന്ത് തുടങ്ങും? എത്ര ഒരു 1-ാം തരം കല്യാണ ദിവസം പാതിരാത്രിക്ക് ഉറക്കച്ചടവിൽ വന്നിരിക്കുകയാണ്. സുറിയാനിക്കാരൻ്റെ ഉള്ളിൽ കിടക്കുന്ന അന്ധവിശ്വാസം. ഇങ്ങനെ പലതും കിടക്കുകയാണ്. ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ ചോദിക്കുന്നു, യേശു ക്രിസ്തു നിന്റെ മുമ്പിൽ ക്രൂശീകരിക്കപ്പെട്ട് കിടക്കുകയെ ആരാണ് നിന്നെ ആഭിചാരം ചെയ്ത് മയക്കിയത്? ഒരു വീട് പണിയാൻ ധൈര്യമുണ്ടോ? കന്നിമൂല ഒരു വലിയ പ്രശ്നമാണ്. നാൾനോട്ടം. എൻ്റെ 2ാമത്തെ കുഞ്ഞുണ്ടായത് ബത്തേരിയിലൊരു ആശുപത്രിയിലാണ്. ആ ആശുപത്രിയിൽ എൻ്റെ 2ാമത്തെ കുഞ്ഞുണ്ടാകുന്ന സമയത്ത്, അന്ന് പ്രസവം കൂടുതലായിട്ടാണ് തോന്നുന്നു, അതോ ആശുപത്രിയുടെ സൗകര്യം കുറവായിട്ടാണോ, ഒരു മുറിയിൽ 2 ഗർഭിണികളാണ്. എൻ്റെ ഭാര്യയും പ്രസവത്തിന് വേണ്ടി കിടക്കുന്നു, എൻ്റെ ഇടവകയിൽപ്പെട്ട വേറൊരു പെൺകുട്ടിയും. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഭാര്യ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നും ഇങ്ങോട്ട് വന്നേ. അതേ പ്രസവം നാളത്തേക്കാകുമെന്നാണ് തോന്നുന്നത്, ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത്. ഇപ്പുറത്തെ കട്ടിലിൽ കിടക്കുന്ന ഒരു ബഹളം ഉണ്ടാക്കുകയാണ്, ഇന്ന് തന്നെ പ്രസവിക്കണം. അപ്പം അതുകൊണ്ട് അവിടുത്തെ അമ്മ ഡോക്ടറോട് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്താ കാരണം? അതേ നാളത്തെ കൊള്ളുകയില്ല. അപ്പം നാളത്തെ നാളിന് എന്താ കുഴപ്പം? നാളത്തെ നാളിൽ പിള്ളേരുണ്ടായാൽ അപ്പൻ പുറത്താണ്. ഇങ്ങനൊരു നാളുണ്ട് അത്രേ. അപ്പോൾ അവൾ ഇന്നാണെങ്കിൽ അവൾ പറഞ്ഞതിനെ നാളെ പ്രസവിച്ചോളാം, പുള്ളി പോണേ പോക്കോട്ടെ. അന്ന് ഇച്ചിരിയോടെ സ്നേഹമുള്ളത് കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പുറത്താകുമെങ്കിൽ ഇന്ന് തന്നെ അങ്ങ് ഓപ്പറേഷൻ ചെയ്തേക്കാം. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു അന്ധവിശ്വാസത്തിന് പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് എല്ലാവർക്കും ടെൻഷനായി, ദൈവമേ എന്താ സംഭവിക്കാൻ പോവുക, അങ്ങനെ ഇങ്ങനെയോ പലതും പറയാൻ തുടങ്ങി. ഏതായാലും അതുങ്ങൾ ഓപ്പറേഷൻ ചെയ്തു, അവർക്കൊരു കൊച്ചുണ്ടായി. ഞാനേതായാലും സമ്മതിച്ചില്ല. എൻ്റെ ഭാര്യ പിറ്റേ ദിവസം സുഖപ്രസവം നടത്തി. ദൈവമക്കളെ ഓർക്കണം, നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്, ഞാനൊരു പെരപണിയാണ്, വീട് പണിയാണ്. റോഡ് സൈഡിലാണ് പെരപണിത്, തറ കെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ബെഡ്റൂമിനനുസരിച്ച് ടോയ്ലറ്റ് വന്നത് ഒരു മൂലയിലായിപ്പോയി. റോട്ടിൽ കൂടെ പോകുന്നവർ മുഴുവൻ അഭിപ്രായം പറയാൻ തുടങ്ങി, ഇയാൾ ഇതിൽ കിടക്കുന്നത് തോന്നണില്ല. കുറേ കഴിഞ്ഞപ്പോൾ വീട്ടുകാരിത് കേട്ട ടെൻഷനാണ്. എന്നോട് വീട്ടിലുള്ള ഒരു അമ്മയും ഭാര്യയും എല്ലാം കൂടി പറഞ്ഞു, ഇതാകെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഞാൻ എന്താ? കന്നിമൂലയിൽ കക്കൂസ്. ആ ബെഡ്റൂമിന് വേറൊരു സൈഡിൽ ഇത് വെക്കാനൊരു സൗകര്യമില്ല താനും. ആകെ പ്രശ്നമായി. കാര്യം അച്ഛനാണ് പ്രസംഗിക്കുന്നുണ്ട്, തിരുമേനിയുടെ ക്ലാസ്സൊക്കെ കേട്ട് തന്നെ ജീവിക്കുന്നത്. കുറേ നേരം പറഞ്ഞപ്പോൾ ഉള്ളിലൊരു കിടുകിടപ്പ്. കാര്യമൊക്കെ ശരിയാണെങ്കിലും നമുക്കിട്ട് തന്നെ പണി കിട്ടിയാലോ. ഞാനങ്ങനെ വിഷമിച്ചിരിക്കുമ്പം പ്രിയപ്പെട്ട ബിനോയ് അച്ഛനും ഒരു ജോഷി അച്ഛനുണ്ട്. ഞാൻ ഇതുങ്ങളോട് പറഞ്ഞു ഒന്ന് വരാൻ പറഞ്ഞു. ഉള്ളിലെ ചങ്കടിപ്പ് ഇവരോട് പറഞ്ഞു, ഇവർ തല്ലിക്കൊല്ലും. ഏതായാലും ഒരു വൈകുന്നേരം ഇവർ രണ്ടുപേരും കൂടെ വന്ന് ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് തറ കെട്ടിയിരിക്കുന്നത്, പണി തുടങ്ങാൻ പോവുകയാണ്. ബിനോയ് അച്ഛനും മറ്റേ അച്ഛനും കൂടെ തറയിലേക്ക് കയറി നിന്നു. സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട ദൈവത്തിൻ്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കി ആ തറയെ ആശീർവദിച്ചുകൊണ്ട് കുറച്ച് മണ്ണൊക്കെ എടുത്ത് രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ച് വാഴ്ത്തി പണി തുടങ്ങിക്കോളാൻ പറഞ്ഞു. 5-8 കൊല്ലമായി, ഒരു കുഴപ്പമില്ല. അപ്പം ഞാനിതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു, എന്താ പോലെ ഈ കന്നിമൂല? അത് കന്നിമൂല എന്ന് പറഞ്ഞാൽ ആരംഭം കുറിക്കുന്ന മൂല, അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ സിദ്ധാന്തം എങ്ങനെയാണ്? കന്നിമൂല എന്ന് പറയുന്നത് ദേവമൂലയാണ്. ദേവമൂലയിൽ വിശുദ്ധ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം, വലിയ സമ്പത്തുള്ള സാധനങ്ങൾ. എന്നതാ സ്റ്റോർ റൂം മറ്റത് മറിച്ചൊക്കെ ആണെങ്കിൽ നല്ലതാണ്. ടോയ്ലറ്റ് അടുക്കളയൊന്നും കൊണ്ടുവെക്കരുത്, ദേവൻ വരുന്ന സ്ഥലമല്ലേ. അപ്പോൾ എനിക്ക് സമാധാനമായി. കന്നിമൂല എന്ന് പറഞ്ഞാൽ എന്താണ്? ദേവൻ വരുന്ന മൂലയാണത്രേ.
നമ്മുടെ ദൈവം മൂലയിലാണ് വരുന്നത്, ഉള്ളിലാണ് വരുന്നത്? മൂലയിലാണോ വരുന്നത്, ഉള്ളിലാണോ വരുന്നത്? അപ്പോൾ നമ്മളെ വീട്ടിലൊരു മൂലയിൽ വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല. സുറിയാനിക്കാരൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ധവിശ്വാസങ്ങൾ മുഴുവൻ തലക്കകത്ത് കയറ്റിയിട്ട് പുറമേ സുറിയാനിക്കാരൻ, മാമോദീസക്കാരൻ, ഉള്ളിൽ എവിടെ നിന്റെ ദൈവവിശ്വാസം? യേശു പറഞ്ഞു, നിന്റെ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ആരാധന മാറരുത്. നിന്റെ ആരാധന മാറാതെ, നിന്റെ പ്രാർത്ഥനാനുഭവം മാറാതെ, നിന്റെ കാഴ്ചപ്പാടിനെ തെറ്റിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്ക് സാധിക്കില്ല. ഒരു ഹല്ലേലൂയ പറ. അതത്ര ആരാധന. അടുത്തത്, അപ്പോൾ പിശാചിന് മനസ്സിലായി, ഇവൻ അങ്ങനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. ഇവൻ ദൈവത്തെ ഓർക്കുന്നവനാണ്, പിതാവിനെ ഓർക്കുന്ന പുത്രനാണിത്. ഇവൻ്റെ ജീവിതത്തിൽ എനിക്ക് കൗശലം പ്രയോഗിച്ച് കയറാൻ പറ്റുന്നില്ല. ഇവൻ്റെ ജഡം ആസക്തി കൊണ്ട് കലുഷിതമാകുന്നില്ല. ഇവനിൽ ദൈവവചനമുണ്ട്. ഇവൻ്റെ കണ്ണുകൾ ആസക്തി കൊണ്ട് കലുഷിതമാകുന്നില്ല. ഇവൻ്റെ കാഴ്ചപ്പാടുകൾ പിതാവിൻ്റെ കാഴ്ചപ്പാടാണ്. പിതാവ് എങ്ങനെ കാണുന്നോ അതുപോലെ ഇവനും കാണുന്നത്. ഞാൻ കാണുന്ന പോലെ ഇവൻ കാണുന്നില്ല. അപ്പോൾ പിശാചൊരു കാര്യം പറഞ്ഞു. അവനൊരു ഗോപുരത്തിൻ്റെ മുകളിൽ കൊണ്ടിട്ട് പറഞ്ഞു, താഴെ കണ്ടോ, കുറേ ആൾക്കാർ നിൽക്കുകയാണ്. എന്തിനാണ് നിൽക്കുന്നതെന്ന് അറിയോ? മശിഹ വരുന്നത് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. താഴെ കുറേ മനുഷ്യർ പ്രാർത്ഥിക്കുന്നുണ്ട് മശിഹ വരാൻ വേണ്ടി. അവരെല്ലാം പ്രതീക്ഷിക്കുന്നത് ഒരു അത്ഭുതത്തോടെ മശിഹ വരുമെന്നാണ്. അവരുടെ ഇടയിലേക്ക് നീ ഇങ്ങനെ ചെന്നാൽ നീ ക്രൂശ് വഹിക്കേണ്ടി വരും, നീ പീഡനമേൽക്കേണ്ടി വരും. നീ ഒരു കാര്യം ചെയ്യും, എടുത്തൊരൊറ്റ ചാട്ടം ചാടുക. സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിന്റെ കാല് കല്ലിനോട് തട്ടാത്തവണ്ണം മലാഖമാർ കാത്തുകൊള്ളുമെന്ന് എഴുതിയിട്ടുണ്ട്. പിശാചിന് വരെ എന്തറിയാം? പിശാചിന് വരെ എന്തറിയാം? നമുക്കെന്തറിയാൻ മേല? അപ്പം നമ്മളാണ് പിശാചാണ് കുറച്ചും കൂടെ ബെറ്റർ. പിശാച് ഒരു വചനം എടുത്താണ് കീച്ചുന്നത്. ഇങ്ങനെയും വരും ചില പരീക്ഷണങ്ങളും പീഡനങ്ങളും. നമ്മൾ ചില വചനങ്ങൾ ദുർവ്യാഖ്യാനം നടത്തില്ലേ? കഴിഞ്ഞ ആഴ്ച തേവൻകെലിയോൻ യേശു എന്തുണ്ടാക്കി? ഏത് കള്ളുകൂടിയനെ വചനവും വാക്യവും കറക്റ്റ് അറിയാം. എന്താ ഉണ്ടാക്കിയത്? ശരിക്കും കള്ളാണോ ഉണ്ടാക്കിയേ? ബൈബിൾ ശരിക്കും വായിച്ചു നോക്കണം. അവൻ പച്ചവെള്ളം വാഴ്ത്തി കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു, രുചിച്ചു നോക്കി, ശ്രേഷ്ഠമായി വീഞ്ഞെന്ന് കണ്ടു. അതിലിങ്ങനെ ഒരു വരി കൂടി എഴുതി വെച്ചു, അത് കിണറിൽ നിന്ന് കോരിയ വെള്ളമാണ് എന്ന് വേലക്കാർക്ക് അറിയാമായിരുന്നു. എന്താ അതിൻ്റെ അർത്ഥം? അവൻ ആശീർവദിച്ച പച്ചവെള്ളം, അവൻ ആശീർവദിച്ച പച്ചവെള്ളം നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുന്തിരിച്ചാറിനേക്കാൾ ഇത് ആദ്യത്തെ അടയാളമാണത്രേ. അതിൻ്റെ അർത്ഥം എന്താ? നിന്റെ കയ്യിലിരിക്കുന്ന അറിവ്, നിന്റെ കയ്യിലിരിക്കുന്ന ജ്ഞാനം, നിന്റെ കയ്യിലുള്ള നിറവും ഗുണവും മണവും ഇല്ലാത്തത് അവനൊന്ന് ആശീർവദിച്ചു കഴിഞ്ഞാൽ നീ ഉണ്ടാക്കിയ ഏറ്റവും ശ്രേഷ്ഠതയേക്കാൾ ലഹരിയുള്ളതാണ്. അത്രേ അതിനർത്ഥമുള്ളൂ. അതാദ്യത്തെ അടയാളം, അതാദ്യത്തെ അടയാളം. പിശാച് പറഞ്ഞൊരു കാര്യം ചെയ്യും, എടുത്ത് താഴോട്ട് ചാട്. യേശു എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്തത്? നിന്റെ ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് ആവർത്തന പുസ്തകം 6:16 ആവർത്തനം 6:16 എൻ്റെ പിതാവ് എഴുതിയിട്ടുണ്ട്. ദൈവം പരീക്ഷിക്കാനുള്ള സാധനമല്ല. പിന്നെ ദൈവം എന്തിനുള്ളതാ? ദൈവം പരീക്ഷിക്കാനുള്ളതല്ല, പിന്നെ ദൈവം എന്തിനുള്ളതാ? ഞങ്ങളൊക്കെ ഈ ദൈവത്തിൻ്റെ പേരിലാണ് ജീവിക്കുന്നത്, അല്ലേ? അച്ഛന്മാർ, മെത്രാച്ചന്മാർ, ഞങ്ങളൊക്കെ ഈ ദൈവത്തിൻ്റെ പേരിലാണ് ജീവിക്കുന്നത്. ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കണം, ഞങ്ങളുടെ പണി എന്നാ? പ്രിയപ്പെട്ടവരെ, ഞാൻ സെമ്മാസനായിരുന്ന സമയത്ത് ഞങ്ങളുടെ പള്ളിയുടെ കൂദാശയാണ്. അപ്പോൾ ഞാൻ സെമിനാരി പഠിക്കുക. അന്ന് ഇപ്പോഴത്തെ കാതോലിക്ക ബാവ നിയുക്ത കാതോലിക്ക ബാവയാണ്. അപ്പോൾ ഞങ്ങളുടെ പള്ളിക്കാർ നിയുക്ത കാതോലിക്ക ബാവയെ വിളിച്ച് ദിവ്യന തിരുമേനി വിളിച്ച് കൂദാശ ചെയ്യാണ്. ബാവ തിരുമേനി ഇവിടുന്ന് പോകാൻ നേരത്ത് ഞാൻ ബാവ തിരുമേൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, തിരുമേനി എൻ്റെ ഇടവക പള്ളിയിലേക്കാണ് വരുന്നത്, ഞാനും ആ പള്ളിയിലെ ഒരു കൊച്ചാ, ഞാനും കൂടെ പോന്നോട്ടെ? ബാവയുടെ കൂടെ പോയാൽ ഒരു ക്രെഡിറ്റ് ഉണ്ടല്ലോ അവിടെ ചെല്ലുമ്പോൾ. അപ്പോൾ ബാവ പറഞ്ഞു, മോനും പോരെ. ബാവയുടെ കൂടെ പോയപ്പം അങ്കമാലിയിൽ നിന്ന് പോയി കുന്നംകുളം പള്ളിയിൽ ചെന്ന് കിടന്നു. അവിടുന്ന് അതിരാവിലെ പോകുന്നത്. ഇപ്പോൾ ബാവയുടെ കൂടെ ഉള്ളത് വേറെ 2 സെക്രട്ടറി ചമ്മാശന്മാരാണ്. ആ ചമ്മാശന്മാരുടെ പ്രത്യേകത എങ്ങനെയാണെന്ന് അറിയുമോ? വെളുത്ത് നല്ല സുന്ദര കുട്ടപ്പന്മാർ, ചുണ്ട് നല്ല തത്തമ്മ ചുണ്ട് പോലെ. അവരെ കണ്ടാൽ നമ്മൾ ഒന്നോടെ നോക്കും, അതുപോലത്തെ നല്ല സുന്ദര കുട്ടപ്പന്മാർ. ഏതായാലും ഞങ്ങൾ 3 പേര് കൂടി പോവുകയും ഞങ്ങൾ 3 പേര് ബാവയുടെ കൂടെ. അപ്പോൾ യാത്രാക്ഷീണം കാരണം ബാവ തിരുമേനി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു കടയുടെ മുമ്പിലെത്തി പറഞ്ഞു, അവിടെ നിർത്തി വണ്ടി. ആ ബേബിച്ചോനോട് വണ്ടി നിർത്താൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കുറച്ച് മുന്തിരിങ്ങയും കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് വരിക. കെട്ടത് പാതി കേൾക്കാത്തത് പാതി ഞങ്ങൾ ചമ്മാശന്മാർ ചാടി ഇറങ്ങി. കാരണം ഒന്ന് നടു നിവർത്താലോ, ഒന്ന് കയ്യും കാലും ഒക്കെ എല്ലാം കുപ്പായിക്കിട്ട് തൊപ്പിക്കിട്ട് ഇങ്ങനെ സുന്ദരക്കുട്ടം പറയാൻ നിൽക്കുകയാണ്. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് കുറേ കീക്കിരി പിള്ളേർ എല്ലാം കൂടെ ഓടി വന്ന് ഈ കുപ്പായം തൊപ്പിയൊക്കെ ഇട്ട ഈ ടൈപ്പ് സാധനങ്ങൾ അതുങ്ങൾ കണ്ടിട്ടില്ല. അവരുറക്കെ വിളിച്ച് പറഞ്ഞ്, ഡാ ഓടി വാ, ജിന്ന് വന്നിക്കണ്. മാലാഖ വന്നെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. ഞങ്ങളെന്താ വിളിച്ചത്? ജിന്ന്.
പിള്ളേർ ഓടി അടുത്ത് വന്നു. അപ്പോൾ ജിന്നായിട്ട് തന്നെ നിൽക്കണമല്ലോ. ഞങ്ങൾ പിന്നെ മലയാളം പറഞ്ഞില്ല, സുറിയാനി പറയാൻ തുടങ്ങി. ഒരു ചമാസം മറ്റേ സുറിയാനി വായിക്കാൻ പോലും അറിയാൻ മേല, എന്നിട്ട് വലിയ സംസാരമാണ്. ഒരു ചമാസം മറ്റേ ബാറക് മോർ, മറ്റേ ചമാച്ചൻ കുറിയലൈസോൻ മെനവോലം ഓൽമീനാമീൻ. വലിയ സംഭാഷണമാണ്. പിള്ളേർക്ക് മനസ്സിലായി ആരാ വന്നിരിക്കുന്നത്? സ്വർഗീയ ഭാഷയുമായിട്ട് ജിന്നുകൾ വന്നിരിക്കുകയാണ്. പക്ഷെ പിള്ളേരല്ലേ, കിടാങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തത് കൊണ്ട് അവർ ഞങ്ങളുടെ കുപ്പായം പിടിച്ച് പൊക്കി നോക്കാൻ തുടങ്ങി. കാലുണ്ടോ, കൈയുണ്ടോ, ഇത് മനുഷ്യരാണോ അറിയാൻ വേണ്ടി. ആകെ നാണക്കേടായി തുടങ്ങി. ഞാൻ നോക്കുമ്പോൾ ബാബ തിരുമേനി കാറിൻ്റെ ചില്ല് ലേശം താത്തിയിട്ടിട്ട് ഊറി ചിരിക്കുകയാണ്. ഞങ്ങളുടെ സുറിയാനിയിൽ നിന്നു, ഭാഷയിൽ നിന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു, വിട്, ഞങ്ങൾ മനുഷ്യരാണ്. നിങ്ങൾ മനുഷ്യരാ? ഞങ്ങൾ മനുഷ്യരാണ്. ഇതെന്ത് മനുഷ്യരാണ്? ഞങ്ങൾ മനുഷ്യരാണ്. അതിലൊരു മെനകെട്ട ചെറുക്കൻ, ഒരു 10-13 വയസ്സുണ്ടവൻ. അവൻ്റെ മുഖം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു കാടൻ. ഒരൊറ്റ ചോദ്യമാണ്, നിങ്ങൾക്കെന്താ പണി? ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അല്ലേലും ശരിയാണല്ലോ, എന്താ പണി? ഒരു ടീച്ചറാണെങ്കിൽ ടീച്ചർക്ക് ടീച്ചറുടെ പണി പറയാം അല്ലേ? ഒരു കൃഷിക്കാരൻ്റെ പണി പറയാം. ഞങ്ങളുടെ നേരെ നോക്കി ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പണി? അപ്പം ഞങ്ങൾ എന്താ പണി, ഇയാളുടെ കൂടെ നടക്കാമെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ബാബ തിരുമേനി വേഗം കാറിൽ മുട്ടിട്ട് പറഞ്ഞു, കയറിക്കോ എന്ന് പറഞ്ഞു. ഇല്ലേ ബാവയ്ക്കറിയാം അടുത്ത ചോദ്യം വരും, അങ്ങേർക്ക് എന്താ പണി എന്ന് ചോദിച്ചാലോ. ഈ ചോദ്യം എങ്ങനെ വരണമെന്നറിയാമല്ലോ. ഞങ്ങൾ കയറി വണ്ടിയിൽ. മുന്തിരിങ്ങ വാങ്ങിയില്ല, ഓറഞ്ചും വാങ്ങിയില്ല, വണ്ടി വിട്ടടിച്ചു. ഒരു 100 മീറ്റർ ചെന്നപ്പോൾ ബാബ പറഞ്ഞു, ബേബി വണ്ടി നിർത്തി. ബാബ പുറകോട്ട് തിരിഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾക്കെന്താ പണി? അത് ആദ്യത്തേക്കാൾ വലിയ ചോദ്യമായിപ്പോയി. അത് പറഞ്ഞിട്ട് പോയാൽ മതി ഇനി. പ്രിയപ്പെട്ടവരെ, അന്ന് തൊട്ട് തലയിൽ കിടന്നൊരു ചോദ്യമാണ്, എന്താ പണി? ഒരു സുറിയാനിക്കാരനോട് ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം തീരുമ്പോൾ തന്നെ അവൻ ഉത്തരം പറയും. എന്താ ഞങ്ങളുടെ പണി? മേൽപ്പട്ടക്കാർ പട്ടക്കാരോട് സിംഹാസന്മാർ ഏർപ്പാടാക്കി കർത്താവിവരെ ഭൂമിയതിങ്കൽ ഞങ്ങളെ ഏൽപ്പിച്ചു. എന്തിനാണെന്നറിയോ? ബ്യൂട്ടീഷ്യന്മാരായിട്ട് സഭയെ സുന്ദരിയാക്കാനുള്ള ശുശ്രൂഷ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. എങ്ങനെ? മേൽപ്പട്ടക്കാർ പട്ടക്കാരോട് സിംഹാസന്മാർ ഏർപ്പാടാക്കി കർത്താവിവരെ ഭൂമിയതിങ്കൽ അണീച്ചാനവ അനിസം തന്നോടെ സഭയെ വീടേ അനവരതം ചെയ്തിവസിക്കും സ്തുതികളതാലേ. ഒറ്റ പണിയുള്ളൂ ഞങ്ങൾക്ക്, സഭയെ സുന്ദരിയാക്കുക. എങ്ങനെ? സഭ എന്ന് പറഞ്ഞാൽ ആരാണ്? നിങ്ങളാണ്. എങ്ങനെ സുന്ദരിയാക്കുക? സ്തുതിച്ച് സൗന്ദര്യ വസ്ത്രം ധരിപ്പിക്കുക. ക്യാൻസർ രോഗം പിടിപെട്ട് കിടക്കുന്നവനെ പുരോഹിതൻ ചേർത്ത് പിടിച്ചിട്ട് പറയും, വരിക നമുക്ക് അവനെ സ്തുതിക്കാം. കടഭാരത്തിൽ കിടക്കുന്നവൻ, തകർച്ചയിൽ കിടക്കുന്നവൻ, മരണവേദനയിൽ കിടക്കുന്നവൻ പുരോഹിതൻ ചെന്ന് ചേർത്ത് പിടിച്ചിട്ട് പറയും, വരിക നമുക്ക് സ്തുതിക്കാം. എന്തെന്നാൽ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ എത്ര നാം. മസിഹാ പിശാചിനോട് പറഞ്ഞു, ദൈവം നിന്റെ പരീക്ഷണ വസ്തുവല്ല. ഞാൻ ഇത്രയും അങ്ങോട്ട് തരാം, ഇത്രയും ഇങ്ങോട്ട് തരുമോ? 1000 രൂപ വഴിപാടിടാം, 1,00,000 രൂപ ഇങ്ങോട്ട് കിട്ടുക. ദൈവം നിന്റെ പരീക്ഷണ വസ്തു അല്ല, ദൈവം നിന്റെ ആരാധനാ കേന്ദ്രമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധി പകർന്നു കിട്ടാനുള്ള പാത്രമാണ് നീ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കണം. 3 പരീക്ഷണം കഴിഞ്ഞപ്പോൾ ബൈബിളിൽ എഴുതി വച്ചിരിക്കുകയാണ്, അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. അപ്പോൾ മുതൽ യേശു പ്രസംഗിച്ചു. എന്ത് സമീപിച്ചിരിക്കുന്നു? അപ്പം നമ്മൾ വിചാരിക്കുന്നു, കുറേ നാളായി പറയാൻ തുടങ്ങിയിട്ട് സ്വർഗരാജ്യം സമീപിച്ച് എന്താ വരാത്തത്? എന്താ ഇതിൻ്റെ അർത്ഥം? ഇതാ, നീ പ്രലോഭനങ്ങളെ അതിജീവിച്ച് കഴിയുമ്പോൾ നീ ദൈവരാജ്യത്തിൽ നിന്ന് അന്യനല്ല. ആ നിമിഷം തൊട്ട് നിന്നിൽ ദൈവത്തിൻ്റെ ഇടപെടൽ തുടങ്ങി. ദൈവമക്കളെ, ധ്യാനിക്കാൻ പറ്റട്ടെ. ഈ കൺവെൻഷൻ്റെ ദിവസം കർത്തൃസന്നിധിയിൽ നമുക്ക് ആരാധിക്കാനും ധ്യാനിക്കാനും പറ്റണം. ദൈവം നിനക്കൊരു പരീക്ഷണ വസ്തുവല്ല. നീ അവനെ ആരാധിച്ചാൽ നിൻ്റെ ശരീരം, നിൻ്റെ ആന്തരികത, നിൻ്റെ ഉള്ളം മുഴുവൻ ദൈവീക ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതായി തീരും. എങ്ങനെ? ഫലം പുറപ്പെടുവിക്കാൻ ഒരു ബലം കിട്ടും നമുക്ക്. എപ്പോഴാണ് ഫലം പുറപ്പെടുവിക്കുക? ഫലം പുറപ്പെടുവിക്കുന്നൊരു സമയമുണ്ട്. ഒരിക്കൽ യേശു തമ്പുരാൻ വഴിയരികിലൂടെ നടന്നുപോയി.
അപ്പോൾ അവിടെ ഒരു അത്തിമരം കണ്ടത്രേ. അതിലെന്തെങ്കിലും ഫലമുണ്ടെന്ന് കരുതി വിശന്നവനായി അവൻ ഓടിച്ചെന്നു. ഇലകളല്ലാതെ ഒരു ഫലവും കണ്ടില്ല. ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. ഇലകളല്ലാതെ വിശന്നവനായ യേശുവിന് അത്തിമരത്തിന് ഒരു ഫലവും കൊടുക്കാൻ കഴിഞ്ഞില്ല. ബൈബിളിൽ ഇങ്ങനെ എഴുതി വെച്ചു, അത് അത്തിപ്പഴത്തിൻ്റെ കാലം. അത് അത്തിപ്പഴത്തിൻ്റെ കാലം. യേശുവാണോ തെറ്റ് ചെയ്തത്? അത്തിമരാണോ തെറ്റ് ചെയ്തത്? അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ല, പിന്നെ എങ്ങനെ അത്തിമരത്തിൽ ഫലം ഉണ്ടാവുക? അപ്പോൾ ഇത് നാട്ടിലുള്ള മുഴുവൻ മരങ്ങളും മാനസാന്തരപ്പെടാൻ വേണ്ടി യേശു പഠിപ്പിച്ച ഉപമയാണോ? അല്ല. അപ്പം അതിൻ്റെ അർത്ഥം വേറെയാണ്. എന്തുവാണ്? എപ്പോഴാണ് ഫലം പുറപ്പെടുവിക്കുക? ഇതാ കഴിഞ്ഞ ദിവസം എൻ്റെ ഇടവകയിൽ ഒരു കുഞ്ഞ് ചേട്ടനും അനുജനും കൂടെ കൂടി ചേച്ചി പ്രസവിച്ച് എഴുന്നേറ്റ് പോയപ്പോൾ ഒരു സ്കൂട്ടർ വാങ്ങിക്കൊടുത്തു. അത് ഈ പത്തനംതിട്ട ഭാഗത്താണ്. വയനാട്ടിൽ നിന്നൊരു വണ്ടി കയറ്റി പാർസൽ ചെയ്ത് അയച്ചാൽ മതി. അവർ തീരുമാനിച്ചു കുഞ്ഞേച്ചിക്ക് സ്കൂട്ടർ കൊണ്ട് കൊടുക്കുമ്പോൾ പോറിപ്പോയാലോ. ചേട്ടൻ എന്നെയും കൂടെ തീരുമാനിച്ചു, ചേച്ചി കാറിൽ പോകുമ്പോൾ നമുക്ക് പുറകെ സ്കൂട്ടറിൽ പോകാം. തൃശ്ശൂർ അമല ആശുപത്രിയുടെ മുമ്പിലെത്തിയപ്പോൾ ഒരു മരത്തിലിടിച്ചു. ഒരാൾ അവിടെ വെച്ച് മരിച്ചുപോയി. മറ്റൊരു പയ്യൻ വേറൊരു കുടുംബത്തിൽ ഗൾഫിൽ നിന്ന് അവൻ ഇവിടെ വന്നു. കുഞ്ഞിന് ചെറിയൊരു അസ്വസ്ഥത. അവനൊരു ആശുപത്രി കൊണ്ട് പരിശോധിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചുമയാണെന്ന് പരിശോധിച്ചാട്ടെ. ഡോക്ടർ പറഞ്ഞു, കൊച്ചിന് കുഴപ്പമില്ല, നിനക്കെന്തോ കുഴപ്പമുണ്ട്. ശരിക്കും ഒന്നവിടെ പരിശോധിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടെ ചികിത്സിച്ചാൽ പറ്റില്ല, കോഴിക്കോട് പോയി ചികിത്സിക്കുക. അവൻ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ തിരിച്ചു പോകാനുള്ള പെട്ടി പാക്ക് ചെയ്തു, ടിക്കറ്റെല്ലാം റെഡിയാക്കിയിരിക്കുകയാണ്, തിരിച്ച് ദുബായ് ജോലിക്ക് കയറേണ്ടതാണ്. ഇല്ല, നീ ഒന്ന് കോഴിക്കോട് പോയി പരിശോധിക്കുക. പരിശോധിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, മോനെ നിനക്ക് പോകാൻ പറ്റുമെന്ന് തോന്നണില്ല, വെല്ലൂരൊന്ന് പോവുക, ശരീരത്തിൽ ക്യാൻസറാണ്. കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. എപ്പോൾ ഫലം പുറപ്പെടുവിക്കും? ഞാൻ പാട്ട് പാടാൻ വേണ്ടി വന്നതല്ല, പാട്ട് പാടാൻ അറിയാനും മേല. എങ്കിലും സഭ നമ്മളോട് പറഞ്ഞു ഫലം പുറപ്പെടുവിക്കണം. എപ്പോഴാണെന്നറിയോ? സ്നേഹിതരെ, മൃദുദൂതൻ വന്നെത്തി, വേഗം പോവാൻ അവൻ എന്നെ ധൃതി കൂട്ടി, പരിചിതരെ കണ്ടേടാനവനോടനുവാദം ഞാൻ അഭ്യർത്ഥിച്ചു, യാചനയും കോഴകളും കൈക്കൊണ്ടില്ലവനയ്യോ. ഫലം പുറപ്പെടുവിക്കാൻ തീരുമാനിക്കുന്ന സമയം അവൻ്റെതാണ്. അത്തിമരം പറഞ്ഞു ഫലമില്ല. ഉടനെ യേശു പറഞ്ഞു, മേലിൽ നിന്നിൽ ഫലം കഴിക്കാതിരിക്കട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 11 അവൻ അങ്ങനെ പറഞ്ഞിട്ട് പോയി. അത്തിമരത്തിന് എന്തെങ്കിലും പറ്റിയോ? മർക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ അറിയാം, ഒന്നും പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. തൊട്ടടുത്ത് തന്നെ കൊങ്ങണിച്ചെടി ഇത് കേട്ടു, അതിനൊന്നും പറ്റിയില്ലല്ലോ. അത്തിമരം ഫലം കൊടുത്തില്ല, ഒന്നും പറ്റിയില്ലല്ലോ. അതിൻ്റെ അപ്പുറത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പച്ചയുണ്ടായിരുന്നു, അത് നോക്കി, ഒന്നും പറ്റിയിട്ടില്ലല്ലോ. ചുറ്റുമുള്ള ചെടികളെല്ലാം അത്തിമരത്തിലേക്ക് നോക്കി, ഒരു കുഴപ്പമില്ല. മർക്കോസ് 11 എഴുതി വെച്ചിരിക്കുകയാണ്. പിറ്റേ ദിവസം യേശുവും അപ്പോസ്തലന്മാരും അതിലെ വരുമ്പോൾ അത്തിമരം അന്നൊന്നും പറ്റിയില്ല. പിറ്റേ ദിവസം അന്നെന്തെങ്കിലും പറ്റിയായിരുന്നോ? ഇതാണ് പാപത്തിൻ്റെ പ്രത്യേകത. ഞാനും നിങ്ങളും ചില പാപം ചെയ്യും, എന്നിട്ട് പറയും ഒന്നും പറ്റിയിട്ടില്ലല്ലോ, ഇതുവരെ പിടിച്ചില്ലല്ലോ, ഒന്നും പറ്റിയിട്ടില്ലല്ലോ. പക്ഷെ അത്തിമരം അന്ന് തന്നെ ഉണങ്ങിയിരുന്നു കേട്ടോ. അതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതി, അന്നേരം ഉണങ്ങി, പുറമേ അല്ല, അടിവേര് ഉണങ്ങിപ്പോയി. പുറമേ ഉണങ്ങിയ പല മരങ്ങളും പിന്നീട് തളർത്ത് വന്നിട്ടുണ്ട്. അടിവേര് ഉണങ്ങിയത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? പാപം ഒരു വ്യക്തി ചെയ്യുമ്പോൾ അടിവേര് ഉണങ്ങും, പുറം അറിയില്ല. ഇന്നത്തെ വെയിലിൻ്റെ ചൂട് നീ താങ്ങും, നാളത്തെ വെയിലിൻ്റെ ചൂട് നീ താങ്ങില്ല. പാപി ഓർക്കണം, അടിവേര് കരിഞ്ഞുപോയി. അടിവേര് കരിഞ്ഞാൽ ഇനി എന്തു ചെയ്യും? ലോകത്തിലൊരു മരുന്നുമില്ല, പിന്നെ ഒരൊറ്റ മരുന്നേ ഉള്ളൂ, ഇസായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുളയുണ്ടാവും. അടിവേരുണങ്ങിയ ഒരു മരം ഈ ഭൂമിയിൽ മുളച്ചത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ബൈബിളിൽ ഒരു മരമുണ്ട്, ഇസായുടെ കുറ്റിയിൽ നിന്ന് ഒരു മരം. അതാണ് എസെക്കിയേൽ 37 കിടക്കുന്നത്. വരണ്ട അസ്ഥികളിൽ നിന്നൊരു ജീവൻ. എങ്ങനെ കിട്ടുന്നതെന്നറിയോ? എസെക്കിയേലിനോട് ദൈവം പറഞ്ഞു, വചനം പ്രസംഗിക്കുക വരണ്ട ഉണങ്ങി കിടക്കുന്നതിനോട്. എസെക്കിയേൽ വചനം പ്രസംഗിച്ചു വരണ്ടുണങ്ങിയ സെമിത്തേരിയിലെ അസ്ഥിക്കൂട്ടങ്ങളോട്. അപ്പോൾ അവയുടെ മേൽ മാംസം വന്നു, ഞരമ്പ് വന്നു, ചർമ്മം വന്നു. ദൈവം ചോദിച്ചു, ഇതിന് രൂപം കിട്ടാൻ, ഇത് ജീവൻ കിട്ടാൻ സാധ്യതയുണ്ടോ? അറിയില്ല ദൈവമേ. നീ ജീവന്റെ വചനം ഉദ്ഘോഷിക്കുക. മൃതദേഹങ്ങൾ ജീവന്റെ വചനം കേട്ടു, അവർ എഴുന്നേറ്റു. കൺവെൻഷൻ വെച്ചത് എന്തിനെന്നറിയോ? അടിവേരുണങ്ങിപ്പോയ ജീവിതങ്ങൾ, വരണ്ടുണങ്ങി കിടക്കുന്ന അസ്ഥികൾ. ഞരമ്പ് വെക്കണം, മാംസം വെക്കണം, ചർമ്മം വെക്കണം. ദൈവത്തെ ആരാധിക്കണം, വചനം സ്വീകരിക്കുക, ആരാധിക്കുക. രോഗി, പ്രതിസന്ധിയിലിരിക്കുന്നവൻ, കഷ്ടതയിലിരിക്കുന്നവൻ, കണ്ണീരിലിരിക്കുന്നവൻ, നീ തകരാനുള്ളതല്ല നിന്റെ ജീവിതം.
കാനാവിൽ വീഞ്ഞ് തികയാതെ വന്നത് ദൈവമഹത്വത്തിന്, കുഷ്ഠം വന്നത് ദൈവമഹത്വത്തിന്, മുടന്ത് വന്നത് ദൈവമഹത്വത്തിന്. ബൈബിളിൽ ഇടറിക്കിടക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടത് മുഴുവൻ ദൈവമഹത്വത്തിനെങ്കിൽ ഈ കസേരകളിൽ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഇടർച്ച വന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ തള്ളിക്കളഞ്ഞതല്ല, ദൈവം നിന്നിൽ മഹത്വപ്പെടാൻ നിന്നെ തിരഞ്ഞെടുത്തതാണ്.